മാസത്തോളം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് മനസ്സിലാകുമ്പോൾ നമ്മൾ തന്നെ ഇട്ടോളും. ജെറ്റ് ബ്ലാക്കിലുള്ള ബ്രഷും ഇതിൻ്റെ കൂടെ വരുന്നത്. ഇത് വരുമ്പോഴാണ് നമ്മുടെ സീറം, ടോണർ അതുപോലെയുള്ള സംഗതികളൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമുക്ക് മെയിനായിട്ട് നമ്മൾ ഗേൾസിന് ഒരു സ്കിന്നിൻ്റെ കാര്യമാണ് എടുക്കുക കേട്ടോ. സ്കിന്നിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു സ്കിൻ കെയർ, അതുപോലെ തന്നെ ഒരു ചെറിയൊരു മേക്കപ്പ് കിറ്റ്, അങ്ങനെ ഒരു സ്കിൻ കെയർ പ്ലസ് മേക്കപ്പ് കിറ്റ്, മിനിമം പ്രൊഡക്റ്റുകൾ വെച്ചിട്ട്, വളരെ മിനിമം പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് എന്തൊക്കെ വേണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കും പ്രൊഡക്റ്റുകൾ മതി ഒരു ചെറിയൊരു ഫംഗ്ഷന് പോകാനായാലും ഒരു വലിയ ഫംഗ്ഷന് പോകാനാണെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റി ചെയ്യാം. ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ചെറിയൊരു സ്കിൻ കെയർ പ്ലസ് ഒരു മേക്കപ്പ് കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്കിൻ കെയർ പ്ലസ് മേക്കപ്പിൻ്റെ ഒരു കിറ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ എടുക്കുന്ന സെയിം ബ്രാൻഡ് തന്നെ നിങ്ങൾക്ക് എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നത്. നമുക്ക് ഒട്ടും തന്നെ ഡിലേ ആക്കാണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ ഇങ്ങനെ ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കാണിക്കുന്നത് ബേസിക് ആയിട്ടുള്ള വേണ്ട സാധനങ്ങളാണ്. ഇത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച്, നിങ്ങളുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് സ്കിൻ കെയറിൽ ക്ലെൻസിങ് ആണ് വരുന്നത്. ക്ലെൻസിങ്ങിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലെൻസർ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ക്ലെൻസർ യൂസ് ചെയ്യാം കേട്ടോ. സെറ്റാഫിലിൻ്റെ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിതൊരു സാമ്പിളിന് വേണ്ടി എടുത്തതുള്ള ഇത് നല്ലത് തന്നെയാണ് കേട്ടോ. മമ്മാടത്തിൻ്റെ ഈ മുൾട്ടാനി മിട്ടി ഫേസ് വാഷ് നല്ലതാണ്. കുറച്ച് ഡ്രൈയിങ് ആക്കുന്നുണ്ട്, പക്ഷേ മോയ്സ്ചറൈസർ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളുടെ ഫേസൊക്കെ എന്താ പറയുക, ഒരു റിഫ്രഷിങ് ഫീല്. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പോയി കരിവാളിച്ച് വരികയാണെങ്കിൽ ഈ മുൾട്ടാനി മിട്ടിയുടെയും മമ്മാടത്തിൻ്റെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കിൻ വൈറ്റ് ആയ പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അതായത് ആ ചെളിയും ആ കരിവാളിപ്പൊക്കെ പോകുന്നതാണ്. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. രാവിലെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റാഫിലിൻ്റെ അടിപൊളിയാണ്. അപ്പോൾ ഒരു ക്ലെൻസർ നിങ്ങളുടെ ബാഗിൽ നിർബന്ധമായിട്ട് വയ്ക്കുക. ഫസ്റ്റത്തെ പ്രൊഡക്റ്റാണ് ക്ലെൻസർ കേട്ടോ. ഇത് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ഏതെങ്കിലും ഒരു ക്ലെൻസർ മാറ്റി വയ്ക്കുക. അതാണ് ഫസ്റ്റത്തെ സ്കിൻ കെയർ. ഓക്കെ, സെക്കൻഡ് വൺ വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ. ഒരു മോയ്സ്ചറൈസർ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്തത് സെറ്റാഫിലിൻ്റെ ആണ്. ഈ സെറ്റാഫിലിൻ്റെ കുറച്ച് ഒരു ഓയിലിയാണ്. നമ്മൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രീമി ആണല്ലോ കേട്ടോ. അത്യാവശ്യം കട്ടിയുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡാമേജ് ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, കുറേ മേക്കപ്പ് പ്രൊഡക്റ്റുകളും അങ്ങനെ കിട്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ, ഒരു സ്കിൻ തെറാപ്പിയൊക്കെ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുത്തിട്ട് രാത്രി അപ്ലൈ ചെയ്ത്, കുറച്ചധികം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, എടുക്കുമ്പോൾ അറിയാൻ പറ്റും. നോർമൽ എടുക്കുന്നതിനെക്കാട്ടും കുറച്ച് അധികം എടുത്തിട്ട് രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റായിട്ട്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്കിന്നായിട്ട്, ഒരു എന്താ പറയുക, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാമേജ് ഒക്കെ പോയി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്ന് പോലെ ഉണ്ടാവും ഈ സെറ്റാഫിലിൻ്റെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ്. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടെ വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയാണ്. ഓയിലി സ്കിന്നിന് ചിലപ്പം കുറച്ച് ഓയിലി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ ഷത്തിൻ്റെ നമ്മുടെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, ഞാൻ മുന്നിൽ കാണിക്കാറുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. ഇതും നല്ലതാണ്. നമ്മുടെ സ്കിൻ സൂപ്പറായിട്ട് വയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ ഒരു മോയ്സ്ചറൈസറും, ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു ക്ലെൻസർ കഴിഞ്ഞു, പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു സൺസ്ക്രീൻ നിർബന്ധമാണ് കേട്ടോ. സൺസ്ക്രീൻ ഇടാണ്ട് പുറത്ത് പോവരുത്. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിൽ കരിവാളിപ്പ് വരില്ല. മുന്നുണ്ടായിട്ടുള്ള ടാനൊക്കെ കുറയ്ക്കാനും അടിപൊളിയാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും സൺസ്ക്രീൻ നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. സൺസ്ക്രീൻ ഇടാൻ പൊതുവേ മടിയൊക്കെ ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ കുറച്ച് ഒരുവോളം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് മനസ്സിലാകുമ്പോൾ നമ്മൾ തന്നെ ഇട്ടോളും. ഫിംഗർ റൂളൊക്കെ അനുസരിച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സൺസ്ക്രീൻ. പിന്നെ സ്കിൻ കെയറിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു ലിപ് ബാം കൂടെ വേണമെങ്കിൽ വെക്കാം. ലിപ് ബാം ഇപ്പോൾ എല്ലാവർക്കും വേണമെന്ന് ഞാൻ പറയില്ല. ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ടെങ്കിൽ ലിപ് ബാം ഇടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ലിപ്പിൻ്റെ സ്കിൻ പിഗ്മെൻറ്റേഷൻ വരാണ്ടിരിക്കാനും ഡ്രൈ ആവാണ്ടിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ലിപ് ബാം, ഞാൻ ഇങ്ങനത്തെ, ഇത് മിനിമലിസ്റ്റിൻ്റെ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കുന്ന ലിപ് ബാമാണ്. രാത്രിയിലൊക്കെ ആണെങ്കിൽ
ലിപ് ബാം ഇട്ട് കിടന്ന രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ലിപ്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് രാത്രി നമ്മൾ കിടക്കുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. രാത്രി നമ്മൾ കിടക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ എടുക്കുക. ഇത് നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനും ഇത് യൂസ് ചെയ്യാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. മമ്മാടത്തിൻ്റെ നല്ല അടിപൊളി ബോഡി ലോഷനാണ് ഇത്. നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് കൈയും കാലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം, അതായത് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നൊന്ന് കഴുകാം, ഒന്ന് വെറ്റാക്കാം. എന്നിട്ട് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം കയ്യിലും കാലിലും കുറച്ച് എമൗണ്ട് ബോഡി ലോഷൻ ഇട്ടിട്ട് ഒരു 2-3 സെക്കൻഡോ മിനിറ്റോ അങ്ങനെ നിങ്ങളൊന്ന് മസാജ് ചെയ്യാം. എന്നിട്ട് കിടന്ന് ഒരു 2-3 ദിവസം നോക്കി ഇതുവരെയായിട്ടും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഒരു ദിവസം ചെയ്ത് രാവിലെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒരു സ്കിൻ കെയർ, ഇത്ര കാര്യങ്ങൾ മാത്രം നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയാൽ മതി. വീട് വരുമ്പോഴാണ് നമ്മുടെ സിറം, ടോണർ അതുപോലെയുള്ള സംഗതികളൊക്കെ യൂസ് ചെയ്താൽ മതിയാവുക. സിമ്പിളായിട്ട് ഇത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ കെയർ. സ്കിൻ കെയർ കഴിഞ്ഞ് മേക്കപ്പിലോട്ട് കടക്കുമ്പം ആക്ച്വലി മേക്കപ്പ് ചെയ്യുമ്പോഴും അതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലെൻസർ, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ സൺസ്ക്രീൻ, ലിപ് ബാം ഒക്കെ ഇടണം. ഓക്കെ, അതിന് ശേഷം പിന്നെ മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് സ്റ്റെപ്പാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് സ്റ്റെപ്പുകൾ അടങ്ങിയിട്ടുള്ള മേക്കപ്പുകളൊക്കെ ഉണ്ട്, വരും വീഡിയോസിൽ ട്യൂട്ടോറിയലൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മിനിമലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഇത്രയൊക്കെ മതി. സാധാരണ ഒരു നോർമലി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ടു, അതിന് ശേഷം ലിപ് ബാം ഒക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ സ്കിൻ ടൈപ്പിന് കറക്റ്റ് ഫൗണ്ടേഷൻ ഷെയ്ഡ് സെലക്ട് ചെയ്യുക കേട്ടോ. ഒരു ഫൗണ്ടേഷൻ എടുക്കുക, കറക്റ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഷെയ്ഡ് സെലക്ട് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡും കൂടെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്, മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹൈലൈറ്റിംഗ് പോയിന്റ്സിലൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഫൗണ്ടേഷൻ ഷെയ്ഡ് എക്സാക്റ്റ് കറക്റ്റ് ഷെയ്ഡ് നമ്മൾ ഷോപ്പിൽ പോയി ടെസ്റ്റ് ചെയ്ത് തന്നെ മേടിക്കുക കേട്ടോ. നമ്മളിപ്പോൾ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ നമ്മുടെ നൈക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറേ ഗുഡ് വില്ലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ കുറച്ച് കടകളിലൊക്കെ ഉണ്ട്. നൈക്കയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ നല്ല ബ്രാൻഡുകളും അവൈലബിൾ ആണ് കേട്ടോ. മറ്റ് ഷെയ്ഡ് നോക്കിയെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ പ്ലസ് ഒരെണ്ണം കൂടി മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റർ മേടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അത് തന്നെ മതി. പിന്നെ അതിട്ടതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കേക്കി ആവാണ്ടിരിക്കാനും സ്വെറ്റ് ആവാണ്ടിരിക്കാനും ഒരു സെറ്റിംഗ് പൗഡർ വെച്ച്, ഈ സെറ്റിംഗ് പൗഡർ എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആവും. നിങ്ങളിത് മസ്റ്റായിട്ട് മേടിച്ച് വെച്ചോളൂ. ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്തില്ലെങ്കിലും നമുക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ മോയ്സ്ചറൈസർ ഇട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടാൽ വേണമെന്നുണ്ടെങ്കിൽ ഐബ്രോസും കൂടെ ഒന്ന് ഫില്ല് ചെയ്താൽ സെറ്റായിട്ടോ. ഈസിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല കേട്ടോ. ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ഓൾ നാച്ചുറൽ ഫിനിഷ് എന്ന് പറയുന്ന ഫെദർ സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 02 ആണ് കേട്ടോ. 02 ആണ്. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇത് അടിപൊളിയാണ് കേട്ടോ, പാക്കേജിങ് അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു മിററുണ്ട്, ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പഫ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ തുറക്കാം കേട്ടോ, ഇങ്ങനെ ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ സെറ്റിംഗ് പൗഡർ അടിപൊളിയാണ്. ഈ സെറ്റിംഗ് പൗഡർ ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസ് ഒരു ഫ്രഷ് ആയിട്ട് പോലെ ഉണ്ടാവും. പിന്നെ ഒരു ഐലൈനർ മേടിച്ച് വെച്ചേക്കാം. ഐലൈനർ ഇത് കെ ബ്യൂട്ടിയുടെ ആണ്, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ ബ്രഷസ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല തിന്നായിട്ടും തിക്കായിട്ടും ഒക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കാനായിട്ട് ജെറ്റ് ബ്ലാക്കിലുള്ള ബ്രഷും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. ബ്ലാക്ക് ക്യാൻവാസ് ആണ്, 3 ml ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വരുന്നത് ഒരു മസ്കാര. ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കണ്ണൊക്കെ ഒന്ന് ബോൾഡായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ കൺപീലൊക്കെ ഒന്ന് പ്രിസൈസ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. നമ്മുടെ മെബിലൈൻ ന്യൂയോർക്കിൻ്റെ സ്കൈ ഹൈ മസ്കാരയാണ് കേട്ടോ. സെൻസേഷണൽ ലാഷ് മസ്കാരയാണ്, അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത് നമ്മുടെ ഐബ്രോ കിറ്റാണ്. ഐബ്രോസ് ഫില്ല് ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നമ്മൾ വേറൊരാളായ പോലെ, വേറൊരാളെന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫിനിഷിങ് നമ്മുടെ ഫേസിന് കിട്ടും. ഒരു ലിപ്സ്റ്റിക്കും ഒരു ഐബ്രോ കിറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് PACയുടെ തന്നെ ഐബ്രോ ഡിഫൈനർ കിറ്റാണ് കേട്ടോ. ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 3 ഷെയ്ഡുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐബ്രോസ് ജെറ്റ് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് എടുക്കാം, കുറച്ച് ലൈറ്റ് ആണെങ്കിൽ ഈ ബ്രൗൺ എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലൊരു
ഈ ഷെയ്ഡ് ഉണ്ട്, ഒരു പീച്ചി ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. അത് നമുക്ക് കണ്ണിൻ്റെ മേലെ അതുപോലെ തന്നെ അടിയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്രഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ ഫൈനലായിട്ട് വരുന്നത് ഒരു ലിപ്സ്റ്റിക് ആണ്. നിങ്ങൾക്ക് ലിപ് ലൈനർ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം, ലിക്വിഡ് ലിപ്സ്റ്റിക്കോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്യുക. ഒരു ന്യൂഡ് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുക്കുകയാണെങ്കിൽ പാർട്ടി വെയർ ലുക്കിനും നമുക്കൊരു ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ അങ്ങനെ മാറിയിടാനായിട്ട് നല്ലതാണ്. അങ്ങനെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ നിങ്ങളുടെ ഈ മേക്കപ്പ് കിറ്റ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്ലസ് മേക്കപ്പ് കിറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പ്രൊഡക്റ്റുകൾ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്കൊന്നും അറിയില്ല, അതായത് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ മേടിച്ച് വേസ്റ്റ് ആക്കുന്നതിനെക്കാട്ടും നല്ലത് നോക്കി നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് മേടിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്കിൻ കെയർ പ്ലസ് മേക്കപ്പ് കിറ്റ് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു അടിപൊളി ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും. ടിൽ ദെൻ ബൈ.